നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏവരും വ്യക്തിയുടെയും സൗര ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് ധനം. ധനസമൃദ്ധി ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ പരിഹാരം കാണാൻ സാധിക്കും. ഇതിന് സഹായിക്കുന്ന ഒന്നാണ് ഹൈന്ദവാചാരപ്രകാരം അനുഷ്ഠിക്കുന്ന മുപ്പട്ടുവെള്ളി വ്രതം. ലക്ഷ്മി പ്രാധാന്യമുള്ള ദിനമാണ് ഇന്നേ ദിവസം. ലക്ഷ്മി ദേവിയെയും ഗണപതിയെയും പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ധനപരമായും സാമ്പത്തികപരമായും ഉയർച്ചയുണ്ടാകും. ഓരോ മലയാള മാസത്തിലും ആദ്യം വരുന്ന ആഴ്ച ദിനങ്ങളെ മുപ്പട്ട് ഞായർ, മുപ്പട്ട് തിങ്കൾ, മുപ്പട്ട് ചൊവ്വ, മുപ്പട്ട് ബുധൻ, മുപ്പട്ട് വ്യാഴം, മുപ്പട്ട് വെള്ളി, മുപ്പട്ട് ശനി എന്ന് വിളിക്കും. മുപ്പട്ട് വെള്ളി വ്രതം എങ്ങനെ എടുക്കാം? മുപ്പട്ട് വെള്ളി വ്രതം ആചരിക്കുന്നതിനായി അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ലക്ഷ്മി രൂപത്തിനു മുന്നിൽ നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കണം. രാവിലെയും വൈകിട്ടും ശരീരവും മനസ്സും എന്നിവ ശുദ്ധമാക്കി മേൽ പറഞ്ഞ മന്ത്രങ്ങളും മഹാലക്ഷ്മാഷ്ടകവും എല്ലാം ചൊല്ലാം. ഒരു നേരം അരിയാഹാരം കഴിക്കാവുന്നതാണ് നല്ലത്. എന്നാൽ മറ്റു 2 നേരങ്ങളിൽ അരികൊഴികെയുള്ള ധാന്യഭക്ഷണങ്ങൾ കഴിക്കാം. ഇന്നേ ദിവസം അഗതികൾക്ക് ധാന്യം, ആഹാരം എന്നിവ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. തുളസിയിലിട്ട വെള്ളം കുടിക്കുന്നതും പക്ഷി മൃഗാദികൾക്ക് അന്നം നൽകുന്നതും ഈശ്വര സേവ നടത്തുന്നതും ഇന്നേ ദിവസം ഗുണകരമായി കണക്കാക്കുന്നു. തുടർച്ചയായി 12 മുപ്പട്ട് വെള്ളി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് ആജീവനാന്ത സാമ്പത്തിക ഉയർച്ചയ്ക്ക് നല്ലതാണ്. ഇത്തരത്തിൽ മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ ആചാരശുദ്ധിയോടെ വ്രതം ആചരിക്കുന്നത് ദുരിതങ്ങളിൽ നിന്ന് കയറുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തിനും സഹായിക്കുന്നു. ലളിത സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടകം എന്നിവ ജപിക്കുന്നതും ഈ ദിവസം ഉത്തമമായി കണക്കാക്കപ്പെടുന്നു. കടങ്ങൾ ഒഴിവായി കിട്ടാൻ ഗണമോചക ഗണപതിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. സാധാരണ ലക്ഷ്മിയെയും ഗണപതിയെയും പൂജിക്കാൻ മുപ്പട്ട് വെള്ളി വ്രതമെടുക്കുന്നവർ അന്ന് ദേവിക്ക് വെളുത്ത പൂക്കളും ഗണപതിക്ക് കറുകമാലയും സമർപ്പിക്കും. അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തി ഗണപതി ഹോമം, പാൽപ്പായസം എന്നിവ വഴിപാടായി നേദിക്കും. ഇതിൽ സ്വന്തം കഴിവിനൊത്ത് എന്തെങ്കിലും ചെയ്യുക. മുപ്പട്ട് വെള്ളിയാഴ്ച ക്ഷേത്ര ദർശനം മുടക്കരുത്. അതുപോലെ വെള്ളി ചൊവ്വ ദിനങ്ങളിൽ ധനം, സ്വർണം ഇവ കടമായി നൽകരുതെന്നും പറയുന്നു. എന്നാൽ ധനം സ്വീകരിച്ചാൽ അത് വർദ്ധിക്കുമെന്നും പറയുന്നു.